നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. സ്കൂളിലെ അധ്യാപകർ പറഞ്ഞിട്ടാണ് 14 വയസ്സുള്ള ആൺകുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അത് അധ്യാപകർ പല പ്രാവശ്യം പറഞ്ഞ് അവരെ അറിയിച്ചു. പലതരത്തിൽ ട്യൂഷൻ കൊടുത്ത് നോക്കി. അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടും അതങ്ങോട്ട് മാറുന്നില്ല. കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൗൺസിലിംഗ് നടത്തി നോക്കി. എന്നിട്ടും ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധക്കുറവ് എന്നുള്ളതാണ് അധ്യാപകർ പറഞ്ഞ കാര്യം. അപ്പോൾ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഇവനിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും, പെട്ടെന്നിങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ച് കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് നോക്കുന്ന രീതിയിൽ ഏതാനും സെക്കൻഡ് ഇങ്ങനെ ഇരിക്കും. 10-15 സെക്കൻഡേ കാണും, അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞവൻ ആ കണ്ണ് തുറയ്ക്കുന്ന അവസ്ഥയൊക്കെ അങ്ങ് മാറും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവന് കുറച്ച് നേരത്തേക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ തുറച്ച് നോക്കിയിരിക്കുന്ന സമയത്തായിരിക്കും അധ്യാപകർ പേര് വിളിച്ചിട്ട് എന്താ ഞാനിപ്പോൾ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടി എന്താ ഇങ്ങനെ പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ അടിച്ച് എന്താണെന്നൊരു ഐഡിയ ഇല്ലാത്ത പോലെ നിൽക്കും. ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു, വീട്ടിലും ഇങ്ങനൊരു അവസ്ഥയുണ്ടോ? അവർ പറയുന്നു, വീട്ടിലും ഈയിടെയായിട്ട് ഇങ്ങനെ ഉണ്ട്. തുടക്കത്തിലൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു, ക്ലാസ്സിൽ മാത്രമായിരുന്നു. അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല. കാരണം വീട്ടിൽ വന്നിരുന്ന് കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ഒരു 2-3 മാസമായിട്ട് ഇപ്പോൾ വീട്ടിൽ ഇപ്പം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം സ്കൂളിൽ നിന്ന് എന്തുണ്ടായിരുന്നു വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ണിങ്ങനെ തുറച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും. ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് നേരെ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചോദിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പോൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവനും എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. ക്ലാസ്സിലിരിക്കുമ്പോഴായിരിക്കാം, വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കാം, കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴായിരിക്കാം, പെട്ടെന്നൊരു 15-20 സെക്കൻഡ് നേരത്തേക്ക് അങ്ങ് ഔട്ടായി പോകുന്നു. കുട്ടി ഉപയോഗിച്ച വാക്കതാണ്, ഞാൻ അങ്ങ് ഔട്ടായി പോവുകയാണ്. എന്താണ് ഈ ഔട്ടായി പോകുന്നതെന്ന് പറയുന്നത്? അവൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവന് ഓർമ്മയില്ല, ആരുടെ കൂടെയാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മയില്ല, എന്താണ് ഈ നടക്കുന്നതെന്ന് ഓർമ്മയില്ല. ഒരു 15-20 സെക്കൻഡ് ടോട്ടലി മനസ്സ് ശൂന്യമാവുകയാണ്, മൈൻഡ് ബ്ലാങ്കായി പോവുകയാണ്. ക്ലാസ്സിലാണ് ഇരിക്കുന്നതെന്ന് അവന് ഓർമ്മയില്ല, എന്താണ് ആ സമയത്ത് മറ്റുള്ളവർ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവർ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ ഒരു 15-20 സെക്കൻഡ് മൊത്തം ശൂന്യമായ അവസ്ഥയാണ്. അപ്പോൾ ഇത് അധ്യാപകർ പറഞ്ഞതനുസരിച്ച് ട്യൂഷൻ കൊടുത്തു നോക്കി, പിന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, അവിടെയൊന്നും ഇതിൽ മാറ്റം വരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അപസ്മാരത്തിൻ്റെ ഒരു വകഭേദമാകാൻ സാധ്യതയുണ്ട്. ആബ്സെൻസ് സീഷർ എന്നാണ് പറയുന്നത്. ആബ്സെൻസ് സീഷറിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ അപസ്മാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള കയ്യും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ വെട്ടി വിറയ്ക്കുന്നു, നാക്കിൽ നിന്ന് ഒരേയും പതയും വരുന്നു, നാവ് കടിച്ചു മുറിക്കുന്നു, ചിലപ്പോൾ വീണു പോകുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ. ഈ ആബ്സെൻസ് സീഷറിൽ അത്തരത്തിലുള്ള വീഴ്ചകളോ ചലനങ്ങളോ ഒന്നുമില്ല. ആളിങ്ങനെ നിശ്ചലമായിട്ടിരിക്കുന്നു, കണ്ണുകളിങ്ങനെ തുറച്ചു വരുന്ന പോലെ കാണും. കണ്ണിങ്ങനെ തുറച്ച് വന്നിങ്ങനെ വായൊക്കെ പൊളിച്ച് സ്റ്റക്കായി ഒന്നും ചെയ്യാനാകാതെ ഒരു 15-20 സെക്കൻഡ്, ഏതാനും സെക്കൻഡുകൾ മാത്രമേ കാണൂ, അത്രയും നേരം. പക്ഷേ ആ അത്രയും നേരം ചുറ്റും നടക്കുന്നതൊന്നും ഈ കുട്ടിക്ക് ഓർമ്മയില്ല. അവൻ എവിടെയാണെന്നറിയുന്നില്ല, മറ്റുള്ളവർ പറയുന്നത് അവൻ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ബോധം പോയത്. പക്ഷേ കണ്ണ് തുറന്നിരിക്കുകയാണ്. അവിടെയാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരുന്നത്. കാരണം ബോധം പോകുക എന്ന് പറയുമ്പോൾ കണ്ണടഞ്ഞിരിക്കണമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ഇവിടെ കണ്ണിങ്ങനെ തുറിച്ചിരിക്കുകയാണ്, എന്നിട്ടും ഒട്ടും ബോധമില്ല എന്നുള്ളൊരു അവസ്ഥ. അപ്പോൾ ഈ ആബ്സെൻസ് സീഷർ തലച്ചോറിലെ ചില പ്രത്യേക മേഖലകളിൽ അമിതമായിട്ട് വൈദ്യുതി പ്രസരണം വരുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതിന് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകൾ തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് സത്യം. കൗൺസിലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഈ തലച്ചോറിലെ ഈ വൈദ്യുതി പ്രസരണത്തിൻ്റെ അളവിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകൾ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറും എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ വളരെ വൈകി ഉറങ്ങുന്നു, രാത്രി വളരെ വൈകി ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, ദീർഘനേരം ദൃശ്യമാധ്യമങ്ങൾ വളരെ നല്ല ബ്രൈറ്റ്നസ്സോടെ കൺമുൻപിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നു. ഇതൊക്കെ ഈ പറയുന്ന തരത്തിലുള്ള അപസ്മാരങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തലച്ചോറിലെ വൈദ്യുതി പ്രസരണം ക്രമീകരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ജീവിതശൈലി ക്രമീകരണങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. ആ ജീവിതശൈലി ക്രമീകരണങ്ങളിൽ ഒന്നാമത്തേത് ദൃശ്യമാധ്യമങ്ങളുടെ സമയം കുറയ്ക്കുക. ഒരു ദിവസം 1 മണിക്കൂർ മാത്രം ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിക്കുക. അതും കഴിയുന്നതും ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് കണ്ണിൽ നിന്ന് പരമാവധി അകലെ. രാത്രി ഒരു 9 മണിക്ക് ശേഷം ഒരു ദൃശ്യമാധ്യമവും ഉപയോഗിക്കാതിരിക്കുക. പുസ്തകം വായിക്കാം, അതിൽ തെറ്റില്ല. അതുപോലെ ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ഈ അപസ്മാരം നിയന്ത്രിക്കാനുള്ള മരുന്നുകളും കൂടെ ഉപയോഗിച്ചാൽ ഈ ആബ്സെൻസ് സീഷർ നിയന്ത്രണ വിധേയമാകും.
നമ്മൾ ഈ കുട്ടിക്ക് മരുന്ന് തുടങ്ങി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു അവസ്ഥ വന്നു. കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് രോഗവിമുക്തി നേടാനും സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അപസ്മാര ലക്ഷണങ്ങളെ നമ്മൾ അത് മാനസിക ലക്ഷണങ്ങളായിട്ട് കരുതരുത്. ഇത് കാരണം നേരത്തെ ഇപ്പോൾ മാനസിക രോഗലക്ഷണമാണെങ്കിൽ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർമ്മ കാണും പലപ്പോഴും. പക്ഷേ അപസ്മാരം പോലത്തെ സംഗതിയാണെങ്കിൽ ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഓർമ്മ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. നമസ്കാരം.